എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടക്കുന്ന അൽമായ സിനഡ് ചരിത്ര സംഭവമായി മാറി. ചങ്ങനാശ്ശേരി അതിരൂപത അംഗവും നവീകരണ പ്രസ്ഥാനങ്ങളിലെ മുൻ നായകനുമായിരുന്ന പ്രൊഫസർ TJ മത്തായി സിനഡ് ഉദ്ഘാടനം ചെയ്തു. കൂടേണ്ടി വന്ന അൽമായയുടെ ഈ ആവശ്യം അല്ലെങ്കിൽ സിനഡ് കൂടേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് സഭയുടെ ചരിത്രം 2025 വർഷം അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ സഭയുണ്ടായി അന്നു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇനി അൽമായന് അന്തസ്സോടെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ അവന് സിനഡ് കൂടിയേ പറ്റൂ എന്ന്. കാരണം ഈ സിനഡ് എന്ന് പറയുന്നത് അൽമായർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ സിനഡ് കൂടേണ്ടി വന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സഭയുടെ ആദ്യകാലം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദിമ സഭ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതാണ് സഭയുടെ മാതൃക. അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ദൈവജനവും വിശ്വാസികളും കൂടി ഒന്നിച്ചു നിന്ന് ഒരുമയോടെ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടം അതായിരുന്നു സഭയുടെ സുവർണ കാലഘട്ടം. അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി അധ്യക്ഷനായി. വത്തിക്കാനിൽ ഇത് വലിയ ചർച്ചയാണ്. നമുക്കറിയില്ല, നമ്മൾ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഇത് പ്ലാൻ ചെയ്തത്. വത്തിക്കാനിൽ ഇത് വലിയ ചർച്ചയാണെന്ന് കുറെ പേര് വിളിച്ചു പറയുന്നു. ബിഷപ്പുമാർക്കിടയിൽ വലിയ ചർച്ചയാണ്, അതുകൊണ്ട് നിങ്ങൾ സിനഡ് കൂടരുതെന്ന് പറയുന്നു. എന്താണ് ഇത്ര വലിയ പ്രകോപനം ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ പോലും ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഞങ്ങള് നമ്മുടെ ബിഷപ്പിനെ കണ്ടു, കണ്ടു, കൂടിയെ കണ്ടു. അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇതിനകത്ത് സഭയ്ക്കെതിരായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല, വളരെ സത്യസന്ധമായി ചർച്ച ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ചർച്ചകളൊക്കെ നടത്തിയതാണ്. അപ്പൊ കുറെ മുന്നോട്ട് പോയതിനു ശേഷമാണ്, നിങ്ങൾക്കറിയാം എത്ര നാളത്തെ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയാം. കുറെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇതിന്റെ ദിവസം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയേറെ മുമ്പോട്ട് പോയി നമുക്ക് അതിന്റെ ദിവസങ്ങളൊന്നും നീട്ടിവെക്കാൻ പറ്റിയില്ല. ക്രൈസ്തവ ചരിത്രകാരൻ ജീവൻ ഫിലിപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി. രാജാവിനെ പേടിച്ച് ഓടി എഥേസിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ക്രിസ്തുമതം എബയോണൈസ്റ്റുകളും മാസിയോണൈസ്റ്റുകളും താത്തിയനൈസ്റ്റുകളുമാണ്. ഗ്നോസ്റ്റിക് ക്രിസ്ത്യാനിറ്റിയാണ്. മജോറിറ്റി 90% എബയോണിസ്റ്റുകളാണ്. അവിടെ ആകെ ഇന്നത്തെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന പാലൂത്തിയൻസ് എന്ന് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ പാലൂത്തിയൻസിനാണ് ഇന്നുള്ള ഓർത്തഡോക്സ് വിശ്വാസം. അന്ന് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദിയാത്തറസോളാണ് ബൈബിള്, ക്രോഡീകരിച്ച ബൈബിള്. അത് ഇന്ന് ഗ്നോസ്റ്റിക് ബൈബിളാണ്. മുൻ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി PP ജയരാർദ് കാലമായി ആഗ്രഹിച്ച ആ ദിനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സഭയില് അന്യമാക്കിക്കൊണ്ടിരുന്ന അൽമായ സഭയുടെ ഭാഗമാണെന്ന് അഭിമാനത്തോടെ ഓർക്കാനും ആ അഭിമാന ബോധത്തോടുകൂടി സഭയില് എന്റെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് പഠിക്കാനും ആ ചുമതലകള് ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ അങ്ങോട്ട് സഭയുടെ പ്രവർത്തന മേഖലകളിൽ എന്നെയും നിങ്ങളെയൊക്കെ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അസ്ഥാനത്തല്ല എന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റത്തോടു കൂടി തന്നെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ കൂടിയിരിക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗം പ്രകാശ് P. ജോൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിശ്വാസത്തിൽ സഞ്ചരിക്കുവാനും പരസ്പരം ബഹുമാനത്തോടെ കേൾക്കാനും ധൈര്യത്തോടും സത്യസന്ധതയോടും സംസാരിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം വിനയത്തോടെ തിരിച്ചറിയുവാനും പരിശ്രമിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അതിരൂപതയിലെ ഇടവകളിൽ നിന്നുള്ള 300ഓളം പ്രതിനിധികൾ സിനഡിൽ പങ്കെടുക്കുന്നു.
സിനഡ് ഇന്ന് വൈകിട്ട് സമാപിക്കും. CJ ജോയ്, സിറ്റി വോയ്സ് റിപ്പോർട്ടർ.